ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്എക്സ്പോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ ഫേമസ് യൂട്യൂബേഴ്സും അവരുടെ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നതിനായിട്ട് സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യാറുണ്ട്. ഏകദേശം 1000 രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത്. അധികവും 2000-2500 രൂപ വില വരുന്ന ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള സോഫ്റ്റ് ബോക്സ് ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്കും സ്വന്തമായി ഒരു സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാം, അതും വെറും 100 രൂപ മാത്രം മുതൽ മുടക്കി. അതെങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇതിനെ നമുക്ക് വേണ്ടത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത 4 കാർഡ്ബോർഡ് ഷീറ്റുകളാണ്. അതിൽ 2 ഷീറ്റിന് മുകളിലേക്ക് കുറച്ച് ഭാഗം ഉയർന്നു നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്യണം. ഇനി ചെയ്യേണ്ടത് ഈ 2 കാർഡ്ബോർഡിനെ നമ്മൾ ഇതേപോലെ ടേപ്പ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമായി. ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾ ബാക്കി വന്നിരിക്കുന്ന 2 ഷീറ്റ് കൊണ്ട് സെറ്റ് ആക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ല കട്ടി കൂടിയ ടേപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പശ ഉപയോഗിച്ച് ഇത് ട്രൈ ചെയ്യരുത്, കാരണം ഇത് സ്റ്റിക്ക് ആവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ ഒട്ടുന്ന നല്ല വലിപ്പമുള്ള ടേപ്പ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സ്തൂപം പോലെ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിന് ഉൾഭാഗം കൂടി ഒന്ന് ടേപ്പ് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഉറപ്പ് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഷീറ്റാണ്. നമ്മൾ ചോറ് പൊതിയാനൊക്കെ ഉപയോഗിക്കുന്ന റിഫ്ലക്ഷനുള്ള അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ 5 രൂപയോ 10 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിൽവർ ഫോയിൽ കിട്ടും. അത് വാങ്ങിയാലും മതി. അത് ഇതിനുള്ളിൽ ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കണം. നിങ്ങൾ ഇത് റൗണ്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇതിനുള്ളിൽ ഒട്ടിക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലിടുന്ന ബൾബിലുള്ള പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനത് ഫുൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം സെറ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 50 രൂപ വില കൊടുത്ത് ഒരു ബൾബ് ഹോൾഡർ വാങ്ങുക. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പഴയ ബൾബ് ഹോൾഡർ ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഇതിന് ബൾബ് ഹോൾഡർ സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ബട്ടർ പേപ്പറാണ്. ഇതും ചോറ് പൊതിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നൈസ് ഷീറ്റാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബൾബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വെക്കുന്ന ഒബ്ജക്റ്റിന് നിഴൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ നിഴലിനെ ഒഴിവാക്കി ലൈറ്റ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇതിന് കൂടി വന്നാൽ 5 രൂപ മാത്രമേ വില ഉണ്ടാവുള്ളൂ. ഇത് ഉപയോഗിച്ച് ഇതിന്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ കവർ ചെയ്യണം. ഇനി ഇതിന് പുറഭാഗം നല്ല വൃത്തിയുള്ള രീതിയിൽ ബ്ലാക്ക് ചാർട്ട് പേപ്പറോ ഇഷ്ടമുള്ള കളർ പേപ്പർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെക്കറേഷനോ എന്താണെന്ന് വെച്ചാൽ ഇതിന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എൻ്റെ സോഫ്റ്റ് ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ കാണാം നല്ല അടിപൊളി പ്രകാശമാണ് ഇതിന് വരുന്നത്. ഇനി ലൈറ്റ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഒരു അസൂസിന്റെ ബോക്സ് ആണ്. ഇത് നോർമൽ ലൈറ്റിൽ എടുക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉണ്ടാക്കിയ സോഫ്റ്റ് ബോക്സിലെ വെളിച്ചം ഉപയോഗിച്ച് എടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. എൻ്റെ മൊബൈലിന് അത്രയ്ക്ക് ക്യാപ്ചറിംഗ് പവർ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസിന് ക്വാളിറ്റി കൂട്ടാൻ വെറും 100 രൂപ മാത്രം മുടക്കിയാൽ മതി. യൂട്യൂബേഴ്സിൽ തുടക്കക്കാരായ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകളും മറ്റ് ഗാഡ്ജറ്റ് റിവ്യൂസും ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.